നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഏവർക്കും സ്വാഗതം. ഞാൻ ബോണിയാണ്. എന്നോടൊപ്പം ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സോമൻ പിള്ള എന്നാണ്. അദ്ദേഹം ഇപ്പോൾ പ്രസക്തമാവുന്നത് നമ്മുടെ ഒരു ഐതിഹാസികമായ അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലായ ഒരു സിനിമയുണ്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ, മണിച്ചിത്രത്താഴ്. ആ സിനിമയുടെ റൈറ്റ്സ് ഇപ്പോൾ അദ്ദേഹം വാങ്ങിക്കുകയും അത് റീമാസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോയാണ്. DTS ടെക്നോളജിയൊക്കെ വെച്ച് നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ വെച്ച്. ഈ പടം 1992 മറ്റുമാണ് ഇറങ്ങുന്നത്. അന്നേരം ഞാൻ കണ്ട ഓർമ്മ എനിക്കുണ്ട്. ഞാനും എനിക്കൊന്ന് ആദ്യത്തെ റിലീസ് ചെയ്ത് ആദ്യത്തെ 2-3 ദിവസം ഞാൻ കണ്ട ഒരു സിനിമയാണ്. ആദ്യമൊന്നും വലിയ തിരക്കില്ലായിരുന്നു, ചെന്ന് അങ്ങനെ പറയത്തക്ക വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ ദിവസം ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കുടുംബത്തോടൊപ്പം, അന്ന് അച്ഛനും അമ്മയും ഒപ്പം കാണാൻ ഭാഗ്യമുണ്ടായി. നമ്മൾ തിയേറ്ററിലോട്ട് കയറിയപ്പോൾ വിചാരിച്ചിരുന്ന ഒരു സിനിമയല്ലായിരുന്നു. അത്രയ്ക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ. കഥ ആസ്പദമാക്കിയാലും നമ്മൾ ഈ അഭിനയത്തെ ആസ്പദമാക്കിയാലും എല്ലാം വ്യത്യസ്തമാണ്. അന്നേ വരെ മലയാള സിനിമ കാണാത്ത ഒരു ഇതിവൃത്തം. അപ്പോൾ ആ സിനിമ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യാൻ പോയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഒന്ന് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം, നമസ്കാരം. പ്രിയ ബെൻസ് പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം. അപ്പോൾ സാർ, ഞാൻ ആദ്യം സാറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാം. സാറിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് മണിച്ചിത്രത്താഴിലോട്ട് വരാം. ആയിക്കോട്ടെ. സാറ് എങ്ങനെയാണ് സിനിമയിലോട്ട് രംഗപ്രവേശം? എവിടെയാണ് പഠിച്ചത്, വളർന്നത്? ജന്മസ്ഥലം എവിടെയാണ്? ഞാൻ ഇവിടെ ശക്തികുളങ്ങരയുള്ളതാണ്. ഞാൻ പഠിച്ചത് സെൻറ് ജോസഫ് സ്കൂളിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സിനിമ ഫീൽഡിൽ പോയി. അന്ന് സിനിമ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 93 കാലഘട്ടത്തിലായപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2005 ശേഷം ലാസ്റ്റ് ചെയ്ത സിനിമ മിഴിരണ്ടിലുമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ, അങ്ങനെ അത് മാറ്റിനി നൗ. ഇന്ന് മലയാളത്തിലെ പോപ്പുലറായ ഒരു ചാനലാണ് മാറ്റിനി നൗ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. അന്ന് നമ്മൾ ഈ പഴയ സിനിമകൾ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് A സെൻറ്റർ, B സെൻറ്റർ, ഇങ്ങനെ 3-4 സെൻറ്റർ ഉണ്ട്. അപ്പം നമ്മൾ C ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ സിനിമയുടെ പകുതി ഭാഗങ്ങളും കാണത്തില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണത്തുള്ളൂ. അതുമല്ല, അന്ന് ക്വാളിറ്റി ഒന്നും കാണത്തില്ല, വളരെ ഇതായിട്ട്. അപ്പൊ ഈ അന്നത്തെ സിനിമകൾ പ്രേക്ഷകർക്ക് നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ശങ്കർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ എന്നോടന്ന് കൂടി. അദ്ദേഹം ഇതിന്റെ ടെക്നോളജി എല്ലാം പറഞ്ഞു തന്നു. കൂടാതെ എനിക്ക് അന്ന് സാമ്പത്തികമായിട്ട് 2000 കോവിഡ് വന്നപ്പോൾ ആദ്യം ഇത് ഞാൻ തുടങ്ങി ഇപ്പം റീമാസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു പടത്തിന് ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ റീമാസ്റ്റർ ചെയ്യാൻ വേണം. അപ്പം നമ്മൾ കുറേ സിനിമകൾ റീമാസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഭയങ്കരമായ എമൗണ്ട് വേണം. അങ്ങനെ എന്നെ കോവിഡ് സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അജിത്ത് എന്ന് പറഞ്ഞ ദുബായിലുള്ള കക്ഷി എന്നോട് പറഞ്ഞ് പൈസ എത്ര വേണമെങ്കിലും തരാം. പുള്ളിയും കൂടെ കൂടി. അങ്ങനെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ റീമാസ്റ്ററിങ് തുടങ്ങിയത്. ഈ റീമാസ്റ്ററിങ് തുടങ്ങി പഴയ സിനിമകൾ, ഇപ്പം ചട്ടക്കാരി, പിന്നെ അതേപോലെ വെങ്കലം, പിന്നെ കാക്കക്കുയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾ റീമാസ്റ്ററിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം റീമാസ്റ്ററിങ് ചെയ്തു. ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വന്ന് നമ്മുടെ ചാനൽ ആൾറെഡി പോപ്പുലറായി ഒരുപാട് പേര് നമുക്ക് ഏതാണ്ട് ഒരു ഞങ്ങൾ റീമാസ്റ്റർ ചെയ്ത പ്രിന്റുകൾ ഈ ചാനൽ വഴിയാണ്. നമ്മുടെ ചാനൽ വഴിയാണ്. ഇല്ല, തിയേറ്റർ റിലീസ് ചാനൽ വഴിയാണ്. ഒരുപാട് പേര് നമ്മളെ അടുത്ത് എപ്പോഴും പറയും, ഇത് ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു ഭാഗ്യമില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ അന്വേഷിച്ചപ്പോൾ പല പടത്തിന്റെ നെഗറ്റീവ് ഇല്ല, പിന്നെ പ്രിന്റുകളില്ല, ഒന്നുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ ചെയ്യണമെങ്കിൽ ഈ ഫോർമാറ്റ് അല്ല, വേറെ ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒന്നുമില്ല. അങ്ങനെ നമ്മള് കേരളോത്സവം നടക്കുന്ന സമയത്ത് കൈരളി TV-ക്കാര് എൻ്റെ കയ്യിൽ നിന്നാണ് പടം മേടിച്ച് അവിടെ ടെലികാസ്റ്റ് ചെയ്ത്. കൂടുതലും സിനിമകൾ, പഴയ പടങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. ആ സമയത്ത് അവരെന്നെ വിളിച്ച് ഈ പടം കണ്ടു. ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ ഞങ്ങള് രാത്രിയിൽ പിന്നെ കൈരളിയിൽ ഒരു ഷോ 9:30 മണിക്ക് വെച്ചു. അപ്പോൾ ഒരു 6 മണി 7 മണി ആയപ്പോഴത്തേക്ക് അവിടെ ജനസമുദ്രം.
8:30 മണിയാകുമ്പോൾ പെരുമഴ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ആൾക്കാരെ നിയന്ത്രിക്കാൻ വയ്യ. ഈ മഴയും എല്ലാം അത് ആ ഫ്ലവേഴ്സ് എടുത്ത വീഡിയോക്കകത്തുണ്ട്. മഴയെല്ലാം കളഞ്ഞ് ആൾക്കാർ ചവിട്ടി അങ്ങ് കയറി അവസാനം പോലീസിനെ വിളിച്ചിട്ടും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അവസാനം അതിന്റെ സെക്രട്ടറി പിന്നെ മന്ത്രിയായിട്ട് സംസാരിച്ചു. അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, കൈരളിയിലും ശ്രീയിലും കൂടെ ഓരോ ഷോ ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ കൈരളിയിലും ശ്രീയിലും ഓരോ ഷോ കൊടുത്തു. എന്നിട്ട് ഒരു 4 ഷോയുടെ ആള് വെളിയിക്കുക. വീണ്ടും ഒരു ഷോയും കൂടെ രാത്രി 12 മണിക്ക് കാണിച്ചു. കൈരളിയിലും കാണിച്ചു, മറ്റിടത്തും കാണിച്ചു. എന്നിട്ടും ഈ ആള് തീരുന്നില്ല. അവസാനം അവിടെ കൊണ്ട് നിർത്തി. അപ്പം നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം വന്നു, എന്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ കളിച്ചുകൂടാ. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ പ്രിന്റിന് അന്വേഷിച്ചു, നെഗറ്റീവ് അന്വേഷിച്ചു, ഒന്നുമില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പനോരമ സെലക്ഷന് പോയ ഒരു പ്രിന്റ് ഉണ്ടായിരുന്നു. ആ പ്രിന്റ് എടുത്ത് ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ 4K ചെയ്ത് ഇതിന്റെ അപ്പം 4K ചെയ്തു, ഇത് എല്ലാം റെഡിയാക്കി. അപ്പം കൊണ്ടുവന്നപ്പം നമുക്കിത് ആ ഒരു രീതി നോക്കിയപ്പോൾ ഉണ്ട്, ആ നമ്മളിപ്പം തിയേറ്ററിൽ പ്രേക്ഷകർ കാണേണ്ട ആ ഉദ്ദേശത്തിലൊരു സംഭവം കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഇതിന്റെ പല ആൾക്കാരും ടെക്നിക്കലൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു, ഇത് ആദ്യം തൊട്ട് നമ്മൾ റീ റെക്കോർഡിങ്ങും RR എഫക്റ്റും എല്ലാം ഒന്ന് തന്നെ പറഞ്ഞ് ചെയ്യണം. ചെയ്താൽ മാത്രമേ ഇതിനൊരു സുഖം കിട്ടത്തുള്ളൂ. ഇത് അന്ന് മോണോ മിക്സ് ചെയ്തേക്കും. അപ്പൊ ഈ മോണോ മിക്സ് ചെയ്തേക്കുന്ന സാധനം അത് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഈ MG രാധാകൃഷ്ണൻ സാറിന്റെ മകനുണ്ട് രാജാ സാർ, അയാളാണ് ഇന്നിപ്പം ഈ കൽക്കി പിന്നെ ബാഹുബലി എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ ഹിറ്റ് പടവും ചെയ്യുന്ന അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, സോമ എന്റെ അച്ഛൻ ചെയ്ത പടമല്ലേ, ഞാൻ എന്തായാലും ചെയ്യാമെന്നു. അങ്ങനെ അദ്ദേഹവും പിന്നെ ധനുഷ് എന്ന് പറഞ്ഞ ഒരു എഫക്ട് ചെയ്യുന്ന ആള്, ബെന്നി ഈ എന്ന് പറഞ്ഞ പണ്ട് ജോൺസൺ മാസ്റ്റർ അസിസ്റ്റന്റ് ആയിട്ടിരുന്ന റീ റെക്കോർഡിങ് ചെയ്യുന്ന ആള്, ഞങ്ങൾ എല്ലാവരും കൂടെ ഈ പരിപാടി ആലോചിച്ചു. 1 കൊല്ലമാണ് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്നിട്ട് ഞങ്ങൾ ക്യാമറ വെച്ച് ഇതിന്റെ ഡയലോഗും മൊത്തമായിട്ട് മാറ്റിയിട്ട് ഈ RRും എഫക്റ്റും പിന്നെ സോങ്ങും എല്ലാം ആദ്യം തൊട്ട് ചെയ്തിട്ട് ഇപ്പം പിന്നെ ഇതെടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്യുമോ വീണ്ടും ഈ ഡയലോഗ് എടുത്ത് ഇതുമായിട്ട് മിക്സ് ചെയ്തു. അപ്പം റീ റെക്കോർഡിംഗിൽ ഡയലോഗ് വരുന്നില്ല. ഇല്ല, അപ്പൊ ആ പഴയ ഡയലോഗ് തന്നെ അല്ല, ഈ പഴയ നമ്മൾ അന്ന് മോഹൻലാലും ശോഭനയ്ക്കൊക്കെ ആര് ഡബ് ചെയ്തോ അവര് തന്നെ. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ക്യാമറയിൽ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് നോയ്സ് എല്ലാം കളഞ്ഞ് സൂപ്പറായിട്ട് അത് ഇപ്പോഴത്തേനെക്കാട്ടി ഭയങ്കര ഡെത്തിലാക്കി. അതെ, എന്നിട്ട് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പടം മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ മിക്സ് ചെയ്തേക്കും. അതുകൊണ്ടാണ് ഈ പടം നമ്മളിപ്പോ കാണുമ്പോൾ നമ്മൾ പണ്ട് കുട്ടിച്ചാത്തൻ സിനിമ തിയേറ്ററിൽ എങ്ങനെ കണ്ടോ അതേ ഒരു എഫക്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 4K അറ്റ്മോസിൽ കാണുമ്പോൾ 16 ട്രാക്കാണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു പാത്രം എടുത്ത് എറിയുന്ന പറഞ്ഞാൽ 1ാമത്തെ ട്രാക്കിൽ തുടങ്ങിയ 16ാമത്തെ ട്രാക്കിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ മേളിൽ നിന്ന് ഈ സാധനം ഉരുണ്ട് നമ്മുടെ താഴെ വീഴുന്നതായിട്ടാണ് നമുക്ക് ആ പ്രതീതി. അതെ, അതുപോലെ ഒരു കെണ്ടി എടുത്ത് എറിയുന്ന പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന് എറിയുന്ന കെണ്ടി ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ മോന്തയ്ക്ക് കൊള്ളുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും ആ കുട്ടിച്ചാത്തൻ സിനിമ നമ്മൾ പണ്ട് കണ്ടില്ല, കണ്ണാടി വെച്ച്. പക്ഷെ ഇത് കണ്ണാടി വെക്കാതെ നമ്മൾ ഒരു 3D എഫക്റ്റിലാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഐതിഹാസികമായ ഒരു സിനിമയാണ്. അതെ 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 അതെ. ഇതിന്റെ കഥ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. മണിച്ചിത്രത്താഴ് കഥയെന്ന് പറയുന്നത് മധുമുട്ടം എഴുതിയെന്ന് പറയുന്ന കഥ. അതിനകത്ത് ഒരു മിത്ത് പോലെയൊക്കെ കിടപ്പുണ്ട്, ഒരു കഥ നാഗവല്ലിയുടെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. ഇത് തഞ്ചാവൂര് ആൾറെഡി നടന്ന കഥയാണ്. മധുമുട്ട സാറിന് അറിയാവുന്ന കഥയാണ്. പക്ഷെ ഒരു പക്ഷേ എങ്കിൽ ഇന്നാണെങ്കിൽ ഈ സിനിമ നടക്കത്തില്ല എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കഥയാണ് മധുമുട്ട എഴുതി. ക്രിസ്ത്യാനിയായ സ്വർഗചിത്ര അപ്പച്ചനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. മുസ്ലിമായ പാസിലാണ് ഡയറക്ട് ചെയ്തത്. വളരെ ഡിഫറൻസ് ആയ ഒരു സബ്ജക്റ്റാണ്. ഇന്നാണെങ്കിൽ അവർക്കെല്ലാം കുറെ ലിമിറ്റേഷൻ കാണും. ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരുപാട് എതിർപ്പുകൾ വരും. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പിന്നെ മറ്റോരെ താഴ്ത്തിക്കെട്ടി മറ്റോരെ പൊക്കിക്കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദം വരും. പക്ഷെ ഈ വിവാദം ഒന്നുമില്ലാതെ അന്നത്തെ കാലത്ത് അതൊരു കഥയായിട്ട് ചെയ്തതാണ്. എന്നാൽ ഇതിനകത്ത് ആ നാഗവല്ലിക്ക് ഭയങ്കരമായ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഈ നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഈ 31 കൊല്ലമായിട്ട് പോലും ജനങ്ങളുടെ ഇടയിൽ മായാതെ നിൽക്കുന്നു. അത് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സംഭവമാണ്. പിന്നെ ഇത് നമ്മൾ ഈ പഴകും തോറും വീഞ്ഞ് കൂടുമെന്ന് പറയുന്ന കണക്ക്, വീര്യം കൂടുമെന്ന് പറയുന്ന കണക്ക് ഈ മണിച്ചിത്രത്താഴ് നമ്മൾ കാണും തോറും ഈ 50 വട്ടം കാണാത്ത ഒരു മനുഷ്യനില്ല ഈ മണിച്ചിത്രത്താഴ്. ടിവിയിലായാലും എപ്പം വന്നാലും കാണും. കാരണം അത്രയും ഒരു രീതിയാണ്. പിന്നെ രണ്ടാമത് ഇന്നും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ മണിച്ചിത്രത്താഴിനകത്തുണ്ട്. കാരണം ഈ അന്നത്തെ കാലത്ത് ഒരു മധുമുട്ടം എന്ന് പറയുന്ന ആള് ജനിച്ചു തന്നെ ഒരു ഗ്രാമപ്രദേശമാണ്.
അത് ഹരിപ്പാട് അല്ലേ? അരിപ്പാടിന് കിഴക്കുവശം മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മധുമുട്ടത്തിന് ഈ ഒരു നാഗവല്ലിയുടെ ഒരു യക്ഷിക്കഥ പോലുള്ള സംഭവം അറിയത്തുള്ളൂ. പക്ഷെ അത് ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ട് ചിത്രീകരിച്ചു. യഥാർത്ഥത്തിൽ ആ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വന്നത് തന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഒറിജിനൽ സൈക്കാട്രിസ്റ്റ് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പോകാൻ പോലും മാറ്റാനില്ല. അത്ര ക്ലിയർ ചെയ്താണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അത് മനഃശാസ്ത്രപരമായിട്ട് എല്ലാം കാരണം നമ്മളിപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ ടോണിയുടെ മോള് മലയാളം പാട്ട് പാടുന്നതായിട്ട് പണ്ട് യൂട്യൂബിലൊക്കെ വന്നു. അതെന്ന് പറഞ്ഞാൽ ടോണിയുടെ വീട്ടിൽ വിലക്ക് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മലയാളി സ്ത്രീയായിരുന്നു. അപ്പൊ അവരെപ്പോഴും കൊച്ചിനെ ഉറക്കുമ്പോൾ മലയാളം പാട്ട് പാടിയാവും. അപ്പൊ അവരുടെ ആ ഈ 5 വയസ്സ് വരെ ഒരു കുഞ്ഞ് ഭയങ്കര ഇതായിട്ടാണ് പഠിക്കുന്നത്, പെട്ടെന്നാണ് പഠിക്കുന്നത്. അതേപോലെ ഈ ഒരു ഹിന്ദു കുടുംബത്തില് ഒരു കൊച്ച് ഖുറാൻ ചൊല്ലിയിട്ടുണ്ട്. ഇത് ഈ നമ്മൾ പറഞ്ഞാൽ ഈ സൈക്കാട്രിസ്റ്റ് എന്ന് നമ്മുടെ കൂടെ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഇത് ജർമ്മനിലുള്ള ഒരാളുണ്ട്, ഇതിന്റെ ഈ പുള്ളി ഇപ്പം ഇത് പഠിച്ച ഒരാളാണ്. അയാൾ പറഞ്ഞ അത് നമ്മൾ ഈ ഒരു 5 വയസ്സ് വരെ കുട്ടികൾക്ക് പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആ കുട്ടികള് ഈ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പൊ 47 വയസ്സ് 50 വയസ്സിലുള്ള ഒരാൾ ഖുറാൻ ചെല്ലേണ്ടത് ഈ 5 വയസ്സുകാരൻ ചെല്ലുമ്പോൾ പറയും ബാധ കയറി മറ്റേ കയറി എന്നൊക്കെ നമ്മൾ പറയും. അതേപോലുള്ള ഒരു സംഭവമാണ് ഈ ഗംഗയെന്ന് പറയുന്ന കഥാപാത്രം കൊച്ചു പ്രായത്തില് അവരുടെ അമ്മയുമായിട്ട് ഈ പഴയ കാവും കളരി ഇതെല്ലാം പഠിച്ചിരിക്കുക. അച്ഛനും അമ്മയും കൽക്കട്ടയിലായി. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് ഈ കുഞ്ഞിന്റെ മനസ്സിലെല്ലാം ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് കൽക്കട്ടയിൽ പോയി തിരിച്ച് ഈ ഗംഗ വരുമ്പോൾ, ആ കൊട്ടാരത്തിൽ വരുമ്പോൾ അവിടുത്തെ വർണ്ണങ്ങളും ചമയങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ആ പഴയ കാലം തിരിച്ചു പോവാ. അങ്ങനെയാണ് അന്ന് നാഗവല്ലിയെ കുറിച്ചുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവളുടെ മനസ്സിൽ കയറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ താനൊരു നാഗവല്ലിയായി മാറുവാന്ന് തോന്നി. അങ്ങനെയാണ് അവൾ ആ നാഗവല്ലിയുടെ പടം കണ്ടിട്ട് ഡാൻസ് ചെയ്യുന്നില്ല, ആ ഡാൻസ് ചെയ്യുന്ന പോർഷനൊക്കെ അങ്ങനെ അവൾ കൈ കാണിച്ച് അവൾ ആ ഒരു രൂപമാവുക. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടും ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കാര്യങ്ങളാണ്. അതായത് മനുഷ്യനിൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യം, അല്ലാതെ ഇതൊരു പ്രേതകഥയോ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥയോ അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കി കഥയൊന്നും അല്ല. അങ്ങനെ ഒരു സംഭവം അത് സത്യമാണെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ പാസിൽ സാറിനെയും ഇതിന്റെ കഥ എഴുതിയ മധുമുട്ട സാറിനെ നമ്മൾ ഒരു 100 വട്ടം നമസ്കരിക്കണം. അതെ അതെന്ന് വെച്ചാൽ മധുമുട്ട എനിക്ക് വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്ന സിനിമ ഇതിവൃത്തം. അതെ. അപ്പോൾ ഞാൻ ഈ മണിച്ചിത്രതാഴിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വല്ലാത്തൊരു ടീം വർക്കാണ് ആ സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർമാരായിട്ട് സിദ്ദിഖ് ലാൽ വരുന്നു, ഈ പ്രിയദർശൻ വരുന്നു, സത്യൻ അന്തിക്കാട് വരുന്നു, സിബി മലയിൽ വരുന്നു. ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒരു ഡയറക്ടർ ലെവലില്. നടന്മാരുടെ എന്നുവെച്ചാൽ നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് വേറെ ഇപ്പൊ ഗണേഷ് പോലും ചെറിയൊരു അദ്ദേഹം പോലും നല്ല കോൺട്രിബ്യൂഷൻ. ഗണേഷ് അഭിനയിച്ച സിനിമയിൽ ഏറ്റവും അതാണ് ഓരോ ക്യാരക്ടറും ആളെ നമ്മള് വളരെ മനസ്സിൽ പപ്പുവിന്റെ സുധീഷിന്റെ ഇവരെല്ലാം കൂടെ, പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയൊരു മാന്ത്രിക നടൻ, മാസ്മരിക നടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഈ ഒരു ടീം വർക്ക് കുറിച്ച് സാറിന് എന്താ പറയുന്നത്? ഈ മോഹൻലാലൊക്കെ ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അഭിനയിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ മോഹൻലാല് പടത്തിന്റെ 45-ാം മിനിറ്റല്ല മോഹൻലാൽ വരുന്നത് പടത്തില്. അപ്പം പുള്ളി വന്ന് അതാണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഈ സിനിമയുടെ കഥയും കാര്യങ്ങളും എല്ലാം സ്ക്രിപ്റ്റ് വർക്ക് വന്നപ്പോൾ ഡിസംബർ 31 മുമ്പ് ഈ സിനിമ സെൻസർ ചെയ്തെങ്കിൽ മാത്രമേ ആ കൊല്ലത്തെ ഈ അവാർഡിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഇവരിത് എങ്ങനെ ഷൂട്ട് ചെയ്താലും ഈ സിനിമ തീരത്തില്ല. അപ്പൊ ഇവരൊരു തീരുമാനം എടുത്തു, പാച്ചിക്കയും മറ്റേ സ്വർഗീയത്തിനപ്പച്ചനെല്ലാം, നമുക്ക് ഈ സിനിമ നമുക്ക് കുറച്ച് പോർഷൻ ഇന്ന ആള് ചെയ്യുന്നും പറഞ്ഞ് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ പാസൽ സാറിന്റെ തന്നെ കൺട്രോളില് ഇന്ന പോർഷൻ സിദ്ദിഖ് ലാൽ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന പോർഷൻ സിബി ചെയ്യാൻ പറഞ്ഞു, പ്രിയൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോർഷൻ പ്രിയൻ ചേട്ടൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവരെ 3 പേരെയും കുറച്ച് പോർഷൻ ഏൽപ്പിച്ചു. കാരണം അതിന്റെ ആ വ്യത്യസ്തത നമുക്ക് കാണുമ്പോൾ അറിയാം. ചില കോമഡി സീനുകളൊക്കെ ഇന്നും നമുക്ക് കാണുമ്പോൾ അറിയാം ഇന്ന ആള് ചെയ്തതാണ്. നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പറയും ഫാസിൽ സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കോമഡി സീൻ വരത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ ചെയ്തേക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഇത് ചെയ്തു, ഫാസിൽ സാർ ബാക്കിയുള്ള എല്ലാം ചെയ്തു, ഫൈനൽ ഇതെല്ലാം ചെയ്തു. ഫാസിൽ സാർ തന്നെ ഈ പടത്തിന്റെ ഫുൾ അതോറിറ്റി, മറ്റുള്ളവർക്കൊന്നുമില്ല. അവർ ഇതിന്റെ ഓരോ യൂണിറ്റുകള് സഹായിക്കാൻ വന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഡിസംബർ 23-ാം തീയതി ഒരു സെൻസർ ചെയ്തു. 1993 ഡിസംബർ 23-ാം തീയതി സെൻസർ. ആ വർഷത്തെ, അതായത് ശോഭനയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഈ പടത്തിന് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്,
പിന്നെ ഫാസിൽ സാറിന് രണ്ടാമത്തെ ഡയറക്ടറിന് കണ്ടുള്ള സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്. ഇത്രയും സംഭവം കിട്ടിയ ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും സംഭവം കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ മറ്റ് അന്യഭാഷകളിലോട്ടൊക്കെ പിന്നെ ഇത് കഴിഞ്ഞ് ഇതിന്റെ ഈ പടത്തിന്റെ പിന്നെ കന്നഡയിൽ ആദ്യം വന്നു, ഇപ്പൊ തമിഴിൽ വന്നു, ഹിന്ദിയിൽ വന്നു, തമിഴിൽ എല്ലാ ലാംഗ്വേജിലും സൂപ്പർ ഹിറ്റ്. പക്ഷെ ഈ മണിച്ചിത്രത്താഴ് മാറി ഈ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ കണ്ടന്റ് എടുത്തിട്ട് അവരുടെ ഭാഷയ്ക്ക് താല്പര്യമായിട്ട് ചെയ്തു പോയി. അത് അപ്പച്ചൻ സാർ പലപ്പോഴും പറയല്ലോ, പല ഭാഷയിലെയും സിനിമ കണ്ടാല് നമുക്ക് തന്നെ ചിരി വരും. കാരണം നമ്മുടെ ഈ മണിച്ചിത്രത്താഴിനകത്ത് അഭിനയിച്ചേക്കുന്ന ആ റോളുകളും മറ്റേ റോളുകളും കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യസ്തമായിട്ട് തോന്നും. അത് ഈ തമിഴിൽ വന്നപ്പോൾ രേണികാന്തിന്റെ മണിച്ചിത്രതാഴായി അതൊരു ഒറിജിനൽ കഥയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയായി പോയി. ഞാൻ അന്ന് അടുത്ത് ചോദിക്കേണ്ട ഈ സംഗീതം, ഇപ്പൊ എനിക്ക് റീമാസ്റ്റർ ചെയ്യുമ്പോൾ സംഗീതത്തിന് വലിയ പ്രസക്തിയുണ്ട്. നല്ല അതിമനോഹരമായ ഗാനങ്ങളാണ് എം ടി രാധാകൃഷ്ണന്റെ. അത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇപ്പം ഈ സംഗീതത്തിന്റെ പിന്നെ ഋതവും പിന്നെ ഇതിന്റെ മ്യൂസിക്കും എല്ലാം ചെയ്തേക്കോ. റീമാസ്റ്റർ ചെയ്തപ്പോൾ ആരാണ് ഇത് ഹെൽപ്പ് ചെയ്തത്? ഈ റീമാസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ഇവരുടെ കൂടെ ഉള്ള പിന്നെ ഇതേ കൊണ്ട് ഈ ജോൺസൺ മാസ്റ്ററിന്റെ കൂടെ ഉള്ള ബെന്നി എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹമാണ് ഇത് കംപ്ലീറ്റ് മ്യൂസിക് ഇപ്പോഴും ചെയ്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഇതിന്റെ ഒറിജിനൽ ട്രാക്ക് ഉണ്ടാകും, ഈ ഒറിജിനൽ ട്രാക്ക് വെച്ച് ഇത് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് പാടിച്ചു കഴിഞ്ഞാല് നമ്മൾ സ്ഫടികം ഇതുപോലെ പാടിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. പഴയ പാട്ടാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ പഴയ പാട്ട് തന്നെ നമ്മൾ വെച്ചു, പക്ഷെ മ്യൂസിക് എല്ലാം പുതിയ ചെയ്തു. അത് കാരണം ഭയങ്കര ഡെത്താണ്. ഈ ഇതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് കൂടി സാർ ഒന്ന് പറഞ്ഞാൽ. ടെക്നിക്കൽ എന്ന് പറഞ്ഞാല് ഇതിന് റീമാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അനുഭവം? റീമാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പ്രിന്റ് ആദ്യമായിട്ട് കൊണ്ടുപോയി പ്രസാദ് ലാബിൽ നമ്മൾ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് അതിന്റെ DA ചെയ്യും. DA ചെയ്തിട്ട് കംപ്ലീറ്റ് ഇതിനകത്ത് ഈ സ്കാൻ ചെയ്തൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ഇതിനകത്ത് ആവശ്യമില്ലാത്ത നോയ്സും ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇരപ്പും ബഹളവും ഒക്കെ കാണും. പിന്നെ അത് കൂടാതെ രണ്ടാമത് കംപ്ലീറ്റ് ഈ കാലത്തിന്റെ പഴക്കം കൊണ്ട് അതിനകത്ത് വരയും കുത്തും റോളർ മാർക്കും എല്ലാം കാണും. ഇതെല്ലാം നമ്മൾ ഓരോ സീൻ അനുസരിച്ച് ഗ്രേഡ് ചെയ്ത് അത് ഏതാണ്ട് ഒരു 10-20 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ്. അത് നല്ല എമൗണ്ട് ആവും. ആ ഗ്രേഡ് ചെയ്തെടുക്കുന്ന ഭാഗം വീണ്ടും നമ്മൾ DA ചെയ്യണം. DA ചെയ്ത് കഴിയുമ്പോഴാണ് ഈ യഥാർത്ഥ 4K സീൻ കിട്ടുന്നത്. അതിന് ഉദാഹരണം ഞാൻ ഒരെണ്ണം പറയാം. ഈ കാക്കക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ പണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ നാളെ ഒരു പാട്ട് സീനാണ്, അതായത് മോഹൻലാലിന്റെയും മുകേഷിന്റെയും ഒക്കെ പ്രിയ എടുക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 100 പേരോളം ഉണ്ട്. അപ്പൊ തലേന്ന് മോഹൻലാലിന്റെ കാല് ഒന്ന് ചിറമ്പി മടുത്തു. അപ്പം പ്രിയം പറഞ്ഞിട്ട് നീ 2 ദിവസം റെസ്റ്റ് എടു, നമുക്ക് ആ പാട്ട് പിന്നെ എടുക്കാം. അപ്പം പറഞ്ഞു വേണ്ട, അവരെല്ലാം നിൽക്കല്ലേ, നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻലാലിന്റെ കാലയില് ബാൻഡേഡ് ചുറ്റി അത് ചെയ്തിട്ട് പിറ്റേന്ന് പാട്ടെടുത്തു. അപ്പൊ പ്രിയന്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞു, എന്റെ കാല് കാണിക്കരുത്, കാരണം അത് ഡാൻസ് ചെയ്യുമ്പോഴേ കാല് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ കാലിനകത്ത് ബാൻഡേഡ് ചുറ്റിയൊക്കെ വരും, അത് വേണ്ടെന്ന്. അങ്ങനെ പ്രിയൻ ആ പാട്ടൊക്കെ എടുത്തു, നല്ല രീതിയിൽ എടുത്തു വന്നു. പക്ഷെ അന്ന് ആ സിനിമയ്ക്കകത്ത് ആരും മോഹൻലാലിന്റെ കാലെ ബാൻഡേഡ് ചുറ്റിയത് കണ്ടില്ല. പക്ഷെ നമ്മളിപ്പോ റീമാസ്റ്റർ ചെയ്തപ്പോൾ മോഹൻലാലിന്റെ കാലെ ബാൻഡേഡ് ചുറ്റിയതുണ്ട്. ഇത് കണ്ടിട്ട് പ്രിയൻ വിളിച്ചു, ഇത് എങ്ങനെ വന്നു? കാരണം ഇത് നമ്മൾ ആദ്യം എടുത്തപ്പോ ഇത് ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളെടുത്ത ഫസ്റ്റ് പ്രിന്റിനകത്ത് കട്ട് ചെയ്തുള്ളൂ, നെഗറ്റീവിനകത്ത് കട്ട് ചെയ്തില്ല. നെഗറ്റീവിനകത്ത് ഇതുണ്ടായിരുന്നു. അപ്പൊ നെഗറ്റീവ് സ്കാൻ ചെയ്ത് വന്നപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു ഒരു ചെറിയ ഒരു കുത്തു പോലും ഉണ്ടെങ്കിൽ ഇപ്പൊ റീമാസ്റ്റർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അത് കാണിക്കും. ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പുട്ടിയിട്ടേക്കുന്ന കണക്കാണ് ഇപ്പോഴത്തെ രീതി തോന്നുന്നു. അന്നത്തെ കാലത്ത് ഇതുപോലെ ടെക്നിക്കലൊന്നും ഇല്ല. പക്ഷെ ഇന്നിപ്പോ അത് വേണ്ട, ലൈറ്റ് മേക്കപ്പ് മതി. അപ്പൊ ഇതുപോലെ ഈ റീമാസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അന്ന് തെളിയാത്ത പല കാര്യങ്ങളും പൊങ്ങി വരും. ഇപ്പൊ ഇതിനകത്ത് സാറ് ഒരു കഥ പറഞ്ഞു. ഈ സിനിമ കണ്ടിട്ട് ഒരാള് സൈക്കാട്രിസ്റ്റ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നത്, അതൊന്ന് പറയാം. അതായത് ചിങ്ങവനം തിയേറ്ററിന്റെ മോലാളിയുടെ മകനാണ് അദ്ദേഹം. അന്ന് 17 വയസ്സേ ഉള്ളൂ. അദ്ദേഹം അന്ന് ഈ സിനിമ കാണുമ്പോൾ ഈ അവരുടെ തിയേറ്ററിൽ പടം കളിച്ചപ്പം പടം കണ്ടപ്പോൾ പുള്ളിക്ക് ഒരാഗ്രഹം, എന്തുകൊണ്ട് എനിക്കൊരു സൈക്കാട്രിസ്റ്റ് ആയില്ല, എനിക്കൊരു ഡോക്ടർ ആവണം, സൈക്കാട്രിസ്റ്റ്. അങ്ങനെ പുള്ളി പഠിച്ചു, MBBS കഴിഞ്ഞു. പുള്ളി അത് കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റ് എടുത്തു. പുള്ളി ഇന്ന് ജർമ്മനിയില് ഭയങ്കര അറിയപ്പെടുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ്. പുള്ളിയുടെ വീട് മണിച്ചിത്രത്താഴിന്റെ മോഡലിലാണ് ആ ഫ്രണ്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ പുള്ളി അവിടുത്തെ ഏതാണ്ട് ഈ പിന്നെ ഡയറക്ടർ ബോർഡ്, അതായത് പിന്നെ ഫിലിം സെൻസർ ബോർഡ് ഡയറക്ടർ കൂടാ പുള്ളി. അത് മാത്രമല്ല ഈ പുള്ളിക്ക് പിന്നെ ഒരുപാട്
ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുള്ളിയായിട്ട് ഇന്റർവ്യൂവിന് വരുന്നത്. മണിച്ചിത്രത്താഴ് മാത്രമല്ല, ഈ അവിടെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ. അത് പുള്ളി ഇപ്പോഴും പറയുന്നതാ, ഈ മണിച്ചിത്രത്താഴ് അന്ന് ഇത് ചെയ്തിരിക്കുന്നത് വളരെ കറക്റ്റ്. ഞാൻ ഇന്നത് നോക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചെയ്തു എന്ന് പോലും എനിക്കറിയത്തില്ല, കാരണം ആരാണ് അവരെ സഹായിച്ചതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം പറയുന്നത്, ഞാൻ പഠിച്ച് വന്ന സ്ഥിതിക്ക് ഇത് വളരെ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ, ഇന്ന് ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ മുന്നിലോട്ട് വരുന്ന പല കഥാപാത്രം, ഇന്നസെന്റ് ഇല്ല, പപ്പു ഇല്ല, അതൊരു ഒരു നഷ്ടം പോലെ നമ്മുടെ മുന്നിൽ ഈ സിനിമ കാണുമ്പോൾ ഉള്ളിലൊരു വേദനയും കൂടെ തോന്നുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിനിമ നേരത്തെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ മൺമറഞ്ഞു പോയ കലാകാരന്മാർക്ക് പകരം ഇന്ന് മലയാള സിനിമയിൽ ആരും വന്നിട്ടില്ല. ഇവരൊക്കെ വെറുതെ പറയുന്നതാ. കാരണം പപ്പു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ പടവും എടുത്തു നോക്കും, അദ്ദേഹത്തിന്റെ കണക്ക് വേറൊരാൾ അഭിനയിക്കാൻ വന്നിട്ടില്ല. അതേപോലെ തന്നെ നെടുമുടി വേണു ആയാലും KPSC ലളിത ആയാലും ഈ പറയുന്ന കണക്ക് തിലകൻ ചേട്ടൻ, പിന്നെ ആ കഥാപാത്രങ്ങളൊന്നും ആരെ കൊണ്ടും ഈ മണിച്ചിത്രത്താഴെന്നല്ല, ഈ നടന്മാരുടെ വേഷങ്ങൾ ഇപ്പം പലരും അഭിനയിക്കാമെന്ന് പറയുന്നെങ്കിലും ആരുമില്ല. അത് ഒരു അപൂർവമായ കഴിവ് അവർക്ക് കിട്ടിയത്. അതെ അതെ അതെ. ഇന്ന് അത് ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇല്ല പാട് തന്നെ. ഈ മണിച്ചിത്രത്താഴിന്റെ ഏതെങ്കിലും രീതിയിൽ ഒരു രണ്ടാം ഭാവമോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. കാരണം ഇതിനകത്തെ കഥാപാത്രങ്ങളെ ആരെയും തന്നെ നമുക്ക് അതേപോലെ എടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു എല്ലാം വളരെ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഇല്ലാത്ത പാട്ടും ഉണ്ടായിരുന്നു. സിനിമയിൽ ഇല്ലാത്ത പാട്ടുണ്ടായിരുന്നു. ആദ്യം ഈ നമ്മുടെ പിന്നെ MG രാധാകൃഷ്ണൻ സാറ് പാടുന്ന ഒരു ചെറിയ പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് ഈ ഇന്നസെന്റ് ആദ്യം ആ കൊട്ടാരത്തിലോട്ട് വരുമ്പോ താക്കോലും കിലുക്കിക്കൊണ്ട് പാടിക്കൊണ്ട് വരുന്ന ആ പാട്ടാണ്. അതല്ലാതെ തന്നെ ടൈറ്റിൽ ഒരു സോങ്, നല്ല സോങ്ങുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പാട്ടിന് ഭയങ്കര വഴക്കൂടിയ പാട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാല് ഒരു വട്ടം പൂക്കാലം എന്ന് പറഞ്ഞ പാട്ട്, അത് വേണമെന്നും വേണ്ടാന്നും ഒക്കെ പറഞ്ഞു. അവസാനം പിന്നെ നമ്മുടെ യൂസഫ് അലി മറ്റേ ഇദ്ദേഹം ഉണ്ട്, പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടനും മറ്റേ അത് എഴുതിയത് മറ്റേ ബിച്ചു തിരുമല, അദ്ദേഹം കൂടെ പറഞ്ഞ് എന്തായാലും പാച്ചിക്കാട് ഇഷ്ടമല്ലേ, നമുക്ക് ഒന്ന് മാറ്റി എഴുതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാമത് എഴുതി കൊടുത്തു. അതാണ് ആ പടത്തിനകത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വളരെ ലളിതമായ ഭയങ്കര അർത്ഥമുള്ള ഒരു പാട്ടാണ്. പിന്നെ അതുപോലെ ഈ അടുത്ത സമയത്ത് പാച്ചിക്ക തന്നെ ആ പാട്ട് ചിത്രീകരിക്കുമ്പോൾ പിന്നെ അതിന്റെ വരികള് പറഞ്ഞിട്ട് പാച്ചിക്ക പറയുന്നുണ്ട്, പിന്നെ ഈ മോഹൻലാലിന്റെ അടുത്ത് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ കൊഴിഞ്ഞു പോയ ഇതെന്ന് പറഞ്ഞ ശോഭനയാണ്, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. മോഹൻലാൽ ജസ്റ്റ് അവളെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം മോഹൻലാൽ ഇങ്ങനെ ആ നോക്കുന്ന ആ ഒരു സീനൊക്കെ ഭയങ്കര ഇതായിട്ടാണ് അപ്പുറമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പാട്ട് ഇന്നും മണിച്ചിത്രത്താഴിന്റെ പാട്ട് കേട്ടാൽ ആരും ഒന്നും നിൽക്കും. എനിക്ക് തോന്നുന്നു ആ ചിത്രീകരിച്ച സ്ഥലത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയുന്നല്ലായിരിക്കും. ചിത്രീകരിച്ച സ്ഥലം എല്ലാവർക്കും വളരെ കൗതുകമുള്ളതാണ്. ഇത് ഒരു രാജകൊട്ടാരമാണോ ഇത്? ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ കൊച്ചി രാജകൊട്ടാരത്തിലാണ് ആദ്യം ഷൂട്ട് ചെയ്ത് അവർക്ക് 4-ാം ദിവസം 5-ാം ദിവസം ആയപ്പോൾ അവിടെ പ്രശ്നമായി എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ അവിടെ കുറെ ആൾക്കാർ സമരം ഉണ്ടാക്കി, ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മാടയെ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായി. അങ്ങനെ വന്ന് ഇവര് പിന്നെ അവിടെ നിന്നെല്ലാം പാക്കപ്പ് ചെയ്ത് തൃപ്പൂണിത്തറ മറ്റേ കൊട്ടാരം പാലസ് അവിടെ വെച്ചാണ് ഫുള്ള്. മ്യൂസിയം. അതെ, മ്യൂസിയം. അവിടെ വെച്ച് സർക്കാർ പെർമിഷനോടാണ് അവർ ഫുൾ ഷൂട്ട് ചെയ്തത്. അതാണ് നമുക്ക് എത്ര ദിവസം എടുത്തത് ടോട്ടൽ ഷൂട്ട് ചെയ്യാൻ? ഇത് ശരിക്കും പടം 3 കൊല്ലത്തെ പരിപാടിയാണ്. അവരുടെ സബ്ജക്റ്റും കാര്യങ്ങളും എഴുതുന്നു, ഷൂട്ടിംഗ് എല്ലാം കൂടെ വന്ന് അവർക്ക് 62 ദിവസം. അതായത് ഈ സിനിമ അല്ലേ ആശയം അല്ലേ ഒന്ന് വിപുലപ്പെടുത്തി ഒന്ന് എഴുതി വരാനായിട്ടൊക്കെ 3 വർഷത്തോളം. കഥയുടെ ഒരു പ്രത്യേകത, സൈക്കോളജിക്കൽ എല്ലാം വേണം. അത് മാത്രമല്ല, ആ കഥയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇപ്പം നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു, ഈ 2 മണിക്കൂർ 45 മിനിറ്റ് തന്നെ ഉണ്ട്. ഒരു ശകലം പോലും സീൻ ഇതിനകത്ത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഓരോ സീൻ കണക്ട് ചെയ്ത് കിടക്കുക. ഇപ്പം സുരേഷ് ഗോപി ആ പിന്നെ രാത്രി വരുമ്പോൾ ആ കല എറിഞ്ഞ് പൊട്ടിക്കുന്നു, വെളിയിലിറങ്ങി വരുന്നു, തൊട്ടു പുറകോന്ന് എവിടെ ഉടനെ തന്നെ നിലവിളിക്കുന്നു, ഇവിടെ ഈ പാത്രങ്ങളെല്ലാം ഉടയുന്നു, അപ്പം പറയും മറ്റവരെല്ലാം പൊയ്ക്കോന്ന് പറഞ്ഞ് വീണ്ടും പോകുന്നു, ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നു. ഇതെല്ലാം ഒരു സീൻ പോലും എടുക്കാൻ പറ്റില്ല, കണക്ട് ചെയ്ത് പോവാ. അപ്പൊ കണക്ട് ചെയ്ത് പോയിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സംസാരിക്കുമ്പോ പറയും പിന്നെ അവക്കല്ല വട്ട് നിങ്ങളുടെ മോക്കാന്ന് പറയുമ്പം നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നത്. അപ്പൊ ഇത് ഈ സീനും എടുത്ത് കളയാക്കത്തില്ല. ഉടനെ തൊട്ട് പുറകുന്നു പിന്നെ ഇന്നസെന്റ് പറയുന്നു, പിന്നെ ചേട്ടാ
അവൻ പറഞ്ഞ അത്ര കാര്യമൊന്നും നോക്കണ്ട, തെക്കതിന്ന് ഇറങ്ങിയ തമിഴത്തി എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സീനൊന്നും, ഒരു സീനും ഞങ്ങൾ ഈ പടത്തിനകത്ത് മൊത്തം സീൻ നോക്കി. പപ്പുവിൻ്റെ പോലും ആ പ്രാന്തായിട്ട് വന്ന ആ ആൾത്തറ ഇരുന്നിട്ട് ഗണേശൻ വരുമ്പോൾ എന്നെ ഒന്ന് നോക്കേ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കുന്ന ആ സീൻ പോലും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം അയാൾ അതിന് ശേഷം അയാൾക്ക് ആ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. പിന്നാണ് അയാൾ മോഹൻലാലിന്റെ അടുത്ത് വരുന്നത്. അവസാനം മോഹൻലാൽ വെള്ളത്തിൽ ചവിട്ടല്ലെന്ന് പറഞ്ഞു വിടുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏത് സീൻ എടുത്ത് നോക്കിയാലും ആ പടത്തിൽ നിന്ന് മാറ്റാവുന്നത്. ഇന്നസെന്റിന്റെ ആണെങ്കിൽ പോലും KPSC ലളിതയുടെ ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്ത് പോവാം. ഇപ്പൊ നമ്മളിപ്പം റിലീസ് വരികയാണ് അല്ലെ? ഇപ്പൊ എത്ര തിയേറ്ററുകളിലാണ് കേരളത്തിൽ? ഇപ്പം തന്നെ 163 തിയേറ്ററുകാരാ ചോദിക്കും, ഓവർസീസ് കൂടാതെ കേരളത്തിൽ തന്നെ. പക്ഷെ നമ്മളിത് അങ്ങനെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, കാരണം ഞങ്ങൾ 4K അറ്റ്മോസിലും 7.1 ഉള്ള തിയേറ്ററിൽ കൂടുതലും കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഇതിപ്പം നമ്മൾ സാധാരണ 5.1 ഉള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സുഖം കിട്ടത്തില്ല. കാരണം ഇവര് പടം കാണുമ്പം മറ്റേതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ആയിരിക്കും, നല്ല രീതി വരും. പക്ഷെ ആ യഥാർത്ഥമായിട്ടും ഈ പറയുന്ന കണക്ക് ഈ സൈഡിൽ നിന്നുള്ള ഏറും ഈ മേളിൽ നിന്ന് പാത്രം വീഴുന്നതും ഈ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ 4K അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണും. അപ്പൊ അവിടെ മാത്രമേ റിലീസ് ചെയ്യും. അവിടെയും 7.1ലും റിലീസ് ചെയ്യും. പക്ഷെ 5.1 ഉള്ള തിയേറ്റർ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ കൊട്ടാരക്കര പോലുള്ള തിയേറ്റർ, അതുപോലെ നമ്മുടെ ശരിക്കും ചില തിയേറ്റർ പുനലൂർ ഇങ്ങനെയുള്ളിടത്തൊന്നും 4K ഇല്ല, 5.1 ഉള്ളൂ. അവിടെ നമുക്ക് വേറെ കൊടുക്കാതിരിക്കാൻ വേറെ ഇതില്ല. പക്ഷെ ഈ മറ്റിടത്ത് കാണുന്ന ആ ഒരു സുഖം ഇവിടെ കിട്ടൂല, അതാണ്. പക്ഷെ എന്നാലും സൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ബെറ്ററാ. അത് ഇപ്പൊ ഒരു പുതിയ പടം പോലും ഇപ്പൊ ഇതിന്റെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ പടം കാണുന്ന പ്രതീതി, പഴയ മണിച്ചിത്രത്താഴെ അല്ല കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്കത് തിയേറ്ററിൽ തന്നെ കാണാം. തിയേറ്ററിൽ കാണണം, കണ്ടാലേ നമുക്ക് ഇതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പുറമേ നിന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പം TV കാണുന്ന അല്ല. ഇപ്പം പലരുടെ ആൾക്കാരുടെ വീട്ടിൽ ഇന്ന് ഹോം തിയേറ്റർ ഉണ്ട്. പക്ഷെ ആ ഹോം തിയേറ്റർ കണ്ടാലും നമുക്ക് ആ സുഖം കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം മോഹൻലാലിന്റെയും മറ്റേ ഇവരുടെയൊക്കെ വീട്ടിലുള്ള 4K ഉള്ള പിന്നെ ഇതുണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ 7.1 ഉള്ള തിയേറ്ററിലെങ്കിലും കാണണം. കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. സാധാരണ ഇതിപ്പം മണിച്ചിത്രത്താഴ്, അതെ, ഇനി എന്തൊക്കെ പൈപ്പ് ലൈനിലുണ്ട് പടങ്ങൾ? ഇപ്പൊ ഞങ്ങൾ 5 സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്യേട്ടൻ ചെയ്യുന്നുണ്ട്, ഒരു വടക്കം വീരകഥ ചെയ്യുന്നു, പിന്നെ 6-ാം തമ്പുരാൻ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ദേവാസുരം ചെയ്യുന്നുണ്ട്. അപ്പം അതെ, അതെല്ലാം വളരെ ഒരുപാട് പേര് ഞങ്ങളെ ഡെയിലി വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്രോച്ച് ചെയ്തത്. ഈ അപ്പച്ചൻ സാറിന്റെ തന്നെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം എങ്ങും ഇല്ല, മെറ്റീരിയൽ ഇല്ല. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിനിമ ചെയ്യണം, ഹിറ്റ്ലർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് ലാല് ഡെയിലി വിളിക്കുന്നുണ്ട്. പക്ഷെ ആ സാധനം കിട്ടാനില്ല. ഇപ്പൊ ഈ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബുകളിലൊന്നും നെഗറ്റീവ് ഇല്ല, ഈ പ്രിന്റ് സൂക്ഷിച്ചില്ല. കാരണം 2000-ന് ശേഷം നമുക്ക് പ്രിന്റിന്റെ ആവശ്യം വന്നിട്ടില്ല. 2008-10 പ്രിന്റേ തീർന്നു, പിന്നെ ഡിജിറ്റലായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്ന് കംപ്ലീറ്റ് മെൽറ്റായി പോയി. അത് കാരണം ഇതിന്റെ മെറ്റീരിയൽ എങ്ങും കിട്ടാനില്ല. നമുക്കിതിന്റെ ഏതെങ്കിലും പ്രിന്റോ നെഗറ്റീവോ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ബീറ്റേനോ അല്ലെങ്കിൽ ഡിജിബീറ്റേനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ തമിഴ് പടങ്ങള് ഇത് കണക്കുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, തമിഴ് ഒരു റീമാസ്റ്ററിങ്ങിന് തമിഴ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും? തമിഴ് നമ്മൾ ചെയ്യുന്നുണ്ട്. തമിഴ് നമ്മൾ 2-3 പടം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് തമിഴ് ചെയ്യുന്നുണ്ട്. വിജയ് സൂര്യ അഭിനയിച്ച ഒരേ ഒരു സിനിമയേ ഉള്ളൂ, ഈ അവർ രണ്ടും കൂടെ. ആ സിനിമ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഇതിനകത്ത് തമിഴ് നെഗറ്റീവ് അവർ കുറച്ച് സൂക്ഷിക്കുന്നുണ്ട്. തമിഴ് പ്രൊഡ്യൂസർമാര് അന്നത്തെ കാലത്ത് ഈ നെഗറ്റീവ് ലാബുകൾ ചീത്തയായി തുടങ്ങിയപ്പോൾ നെഗറ്റീവ് എടുത്തുകൊണ്ടുപോയി അവർ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളം പ്രൊഡ്യൂസർമാർ ഇപ്പൊ KTC മാത്രമേ ഉള്ളൂ കുറച്ചെണ്ണം എടുത്ത്, ബാക്കി ആരും എടുത്തിട്ടില്ല. അപ്പോൾ ഈ റീമാസ്റ്റർ ചെയ്യാൻ വേറെ ആൾക്കാർ റീമാസ്റ്റർ ചെയ്യണം, അതങ്ങനെ ഒരു വെല്ലുവിളി വേറെ അങ്ങനെ ഉണ്ടോ സാറിന്? ഇല്ല, മലയാളത്തിൽ ഇപ്പം ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പം 2016-ലാണ് തുടങ്ങിയത്, ഇന്നിപ്പോ 24-ലോട്ട് എത്തിയിരിക്കുകയാണ്. വേറെ ഇതുവരെ റീമാസ്റ്റർ ചെയ്തതായിട്ട് ആരും ഇല്ല. പിന്നെ ഇപ്പൊ 1-2 പടങ്ങൾ വേറെ ഉള്ള ഒരു പ്രസാദ് ലാബിന്ന് ചെയ്യുന്നുണ്ടായി. പക്ഷെ റീമാസ്റ്റർ സ്വന്തമായിട്ട് നമ്മളിത് ഒരു അമേരിക്കൻ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഇന്നിപ്പം കേരളത്തിൽ നല്ല ടോപ്പിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് തന്നെ ഇതിനകത്ത് അഭിമാനിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല്, പഴയ നടി പത്മിനിയുടെ മകന് അമേരിക്കയിൽ നിന്ന് വന്നു. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ അമ്മ അഭിനയിച്ച കുറെ സിനിമകൾ ഇവിടെ എല്ലാം നടന്ന് തപ്പി നോക്കി കിട്ടില്ല. അവസാനം അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മ അഭിനയിച്ച ഒരു 4-5 സിനിമയുടെ എങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞു.
ഞാൻ പുള്ളിക്ക് ഒരു 10-15 സിനിമയുടെ മെറ്റീരിയൽ കൊടുത്തു. പുള്ളി അവിടെ പോയിട്ട് ഇതേപോലെ പറഞ്ഞു, കേരളത്തില് ലൈബ്രറി നടത്തുന്ന ഒരു പാർട്ടി, പഴയ ഓൾഡ് സിനിമയുടെ ലൈബ്രറി നടത്തുന്ന ഒരു പാർട്ടി പുള്ളിയാണ്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് ഇതുപോലെ വിളിക്കുന്നുണ്ട്. പഴയ പല പടത്തിന്റെ മെറ്റീരിയൽ ഞാൻ കിട്ടുമോ. സത്യന്റെ മകന് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, പിന്നെ ടാക്സി ഡ്രൈവർ. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഇപ്പൊ എന്റെ അടുത്ത് അദ്ദേഹം ഡെയിലി വിളിക്കും, എവിടുന്നെങ്കിലും എന്റെ ഒരു മോഹമാണ് ഇത്. ഞാൻ പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, അപ്പൊ എന്റെ ഒരു മോഹമാണ് ഈ സിനിമയുടെ ഒരു ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്, കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിതിപ്പം ഞങ്ങളുടെ ഒരു ചാനലിനകത്ത് ശേഖരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ചാനലിനകത്ത് ഒരു 8 ലക്ഷം 10 ലക്ഷം പേരുണ്ട്. ഞങ്ങൾ ഇവരുടെ അടുത്തെല്ലാം പറയും, നിങ്ങൾക്ക് എവിടെങ്കിലും ഇതിന്റെ എന്തെങ്കിലും മെറ്റീരിയലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിപ്പിക്കണം, ഞങ്ങൾ അത് കളക്ട് ചെയ്യും. ചിലവർ ഇതൊരു ഷോയ്ക്ക് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചേക്കുന്നവർ കാണും. ഇപ്പൊ ചിത്രം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രിന്റ് അമേരിക്കയിലുള്ള ഒരുത്തിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരുപാട് വട്ടം ഞങ്ങൾ വിളിച്ചു, അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ തരാമെന്ന് പറയുന്നുണ്ട്, എന്താണ് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുപോലെ ഇങ്ങനെ ഇത് ചിത്രത്തിന്റെ പ്രിന്റും ഇല്ല, എങ്ങുമില്ല, എങ്ങുമില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുപോലെ കളക്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് നോക്കും ഞങ്ങൾ. പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഏജന്റുമാരുണ്ട്. ആരെങ്കിലും ഇതുപോലെ ഒരു പടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും ഒക്കെ പഴയ പടം ഇതുപോലെ ഡബ് ചെയ്ത് പോയിട്ടുണ്ട് ചില ഭാഷയിൽ, തമിഴിലും തെലുങ്കിലും ഒക്കെ ഹിന്ദിയിലൊക്കെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചില പ്രിന്റുകൾ കിട്ടും. പക്ഷെ അത് ഈ പറയുന്ന നമ്മുടെ ഇവിടുത്തെ 16 റീലുള്ള പടമാണെങ്കിൽ 6 റീലേ കാണത്തുള്ളൂ. കാരണം അവർക്ക് ഈ കോമഡി എല്ലാം കട്ട് ചെയ്ത് കളയും. അവർക്ക് ഈ മമ്മൂട്ടിയുടെ ആക്ഷനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ആക്ഷനും പാട്ടും മാത്രമേ ഉള്ളൂ, ആ ഒരു കഥയെ ബേസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മൾ പലയിടത്തും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, ചിലയിടത്തുനിന്ന് കിട്ടുന്നുണ്ട്, ചിലയിടത്തുനിന്ന് കിട്ടാതിരിക്കും. പക്ഷെ ഏതെങ്കിലും നല്ല നല്ല പ്രിന്റുകൾ കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി. കാരണം പഴയ സിനിമകള് ഇനിയുള്ള കാലഘട്ടത്തില് ആൾക്കാർക്ക് ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പഴയ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? അതേപോലെ പഴയ പാട്ട് സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിലാണ് ഇന്നും നമുക്കത് ഒരു വലിയ നിധി പോലെ കേൾക്കാൻ പറ്റുന്നത്. അതേപോലെ ഈ പഴയ പടങ്ങളുടെ പ്രിന്റ് കിട്ടും. ഏറ്റവും പഴയ പ്രിന്റ് ഏതാ ഇപ്പൊ ഉള്ളത് കയ്യില്? ജ്ഞാനസുന്ദരി 1952 അത് കയ്യിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അപ്രിസിയേഷൻ, ഇപ്പം പ്രിയദർശനെ പോലുള്ള സിനിമയൊക്കെ ആണല്ലോ നമ്മൾ അവരിത് കണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാറ്. ഒരുപാട് സന്തോഷം. മമ്മൂട്ടി വിളിച്ചിട്ടുണ്ട്, ഇവരെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മമ്മൂട്ടി തന്നെ മമ്മൂട്ടിയുടെ പടം വടക്കം വീരഗാഥ ചെയ്യണമെന്നും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടാണ്. അതുപോലെ ഒരുപാട് പേര് നമ്മളിത് കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. അവരെല്ലാം ഈ നമ്മളെ അറിയുന്നില്ലെങ്കിലും അവർ ഈ ചാനലിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരുപാട് പടങ്ങൾ സർക്കാർ പല ഫിലിം ഫെസ്റ്റിവലിനും പല ആൾക്കാർ മരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഒരു ഇതൊക്കെ നടത്തുമ്പോൾ നമ്മളെ വിളിക്കുന്നത്. ഇപ്പം ശരിക്കും ഈ അടുത്ത സമയത്ത് സത്യൻ സ്മാരകത്തിന്റെ ഒരു പരിപാടി അങ്ങോട്ട് നടത്തിയപ്പം അവര് കുറച്ച് പടങ്ങൾ നമ്മളെ എടുത്തു. അതുപോലെ നസീറിൻ്റെത്, അതുപോലെ ജയന്റേത്, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഈ പരിപാടികള്. ഇപ്പം KG ജോർജിന്റെ ഒരു പരിപാടിയാണത്. KG ജോർജിന്റെ ഒരേ ഒരു പടം അവരുടെ കയ്യിലുള്ളൂ, ബാക്കി 10 പടം ഞാൻ കൊടുത്തേ. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകള് ഏതാണ്ട് 90% സിനിമയുടെ ആവശ്യം വരുമ്പോൾ നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ജയൻ വലിയൊരു തരംഗമായിട്ട് ഇപ്പോഴും ജയന്റെ ഞാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയന്റെ ഒരേ ഒരു പടം എന്റെ ഉള്ളൂ, നെഗറ്റീവ് ഉള്ള ഒരു പടം ചാകര മാത്രമേ ഉള്ളൂ. പക്ഷെ ജയന്റെ അങ്ങാടി എന്ന് പറഞ്ഞ ഒരു സിനിമ, അല്ലെങ്കിൽ മൂർഖൻ എന്ന് പറഞ്ഞ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞു ഏതാണ്ട് ഒരു 3 ലക്ഷം പേരെങ്കിലും എനിക്ക് ഇത് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കാണിക്കണമെന്നും പറഞ്ഞു. പിന്നെ ഇത് കൂടാതെ അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും അതിന് മുടക്കാമെന്ന്. ഇനി നിങ്ങൾ ഇനി എവിടെങ്കിലും ഇത് സാധനം പ്രിന്റ് കിട്ടുവാണെങ്കിൽ അതിന്റെ ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ തൃശ്ശൂരുള്ള ഒരു ജയന്റെ ഒരു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് അങ്ങോട്ട് പറയുന്നവര്, അവരാണെങ്കിൽ നിരന്തരം വിളിയും കത്തെഴുതും അതും ഇതൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അല്ലെ, സിനിമാ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടത്. സിനിമയുടെ പിന്നിൽ ഇത് കണക്ക് ഇഷ്ടംപോലെ കഥകളുണ്ട്. അത്തരത്തിൽ എനിക്കൊന്ന് സോമൻ പിള്ള ചേട്ടന്റെ കയ്യിലും ഇത് കണക്ക് എന്തൊക്കെ ഒത്തിരി കഥകൾ പറയാൻ കാണും. ഈ പിന്നിൽ പറഞ്ഞ ഈ കണക്കുള്ള ഫിലിം കിട്ടുന്നതിന് പിന്നിലുള്ള കഥയൊക്കെ. എന്തായാലും ഇത് വലിയൊരു അനുഭവമായിരുന്നു. ഈ ഒത്തിരി ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം വളരെ രസകരമായിരുന്നു. സാറിന് എന്താണ് പറയാനുള്ളത് ഫൈനലി? എനിക്ക് ഈ വെൻച്ചർ FM റേഡിയോ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം തന്നത്. കാരണം പലപ്പോഴും ഞാൻ ഈ റേഡിയോ കാറിനകത്ത് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെച്ച് കേട്ടോണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പലരുടെയും ഈ പരിപാടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എടാ നമ്മൾ ഈ നാട്ടുകാരനായിട്ട് നമ്മളുടെ ഒരു പരിപാടി ഒന്നും അവസരം കിട്ടിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എനിക്ക് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും മറ്റുള്ളവരുമായിട്ടുള്ള കടപ്പാടും നന്ദിയും ഞാൻ അറിയിച്ചോളൂ. നമസ്കാരം.